Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കുറച്ച് ലോങ്ങിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്, കോയമ്പത്തൂരാണ് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് മലപ്പുറം തിരൂരാണ്. അവിടുന്ന് കോയമ്പത്തൂർക്കാണ് ഈ ഒരു കേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസും അതുപോലെ സ്റ്റോറിയെല്ലാം ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര കിലോ ആണ്, ഏതാ ക്രീം യൂസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ ഡെലിവറി ചെയ്തതെന്നുള്ളതല്ല. അപ്പോൾ ഞാൻ ആർക്കും അങ്ങനെ റീപ്ലൈ കൊടുത്തിട്ടില്ല, എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് 5 ടയറാണ്. അതിൽ ഒരു ടയർ വന്നിട്ടുള്ളത് സ്പേസറാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേക്കിനെ നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ ഡമ്മിയിലാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഡമ്മിയിൽ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഡമ്മി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലോങ്ങിലേക്ക് കോയമ്പത്തൂരൊക്കെ കേക്ക് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല, ഇത്രയും വലിയ കേക്കുകൾ കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട സമയത്ത് തന്നെ കുറച്ച് പേര് എന്നോട് ഡമ്മി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡമ്മിയിൽ പേപ്പർ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡമ്മിയിൽ പേപ്പർ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡമ്മിയിൽ പേപ്പർ വർക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ള ഇങ്ങനെ വെഡ്ഡിങ്ങിനോ ഒന്നും അല്ല, ഇത് ഷോ പീസായിട്ടാണ് കൊടുക്കുക കേട്ടോ. ഷോ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ഷോപ്പൊക്കെ ഉള്ളവർക്ക് ഷോ പീസായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് വന്നിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നാണ്. അപ്പോൾ ഇത് ജിൻസി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഷോ പീസായിട്ട് വെക്കാനാണ്. അപ്പോൾ ഇത് 4 ടയർ വന്നിട്ടുള്ളത്, താഴത്തെ ഡമ്മി വന്നിട്ടുള്ളത് 12 ഇഞ്ചും അതിൻ്റെ മുകളിലുള്ളത് 10 ഇഞ്ചും പിന്നെ 8 ഇഞ്ചും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 6 ഇഞ്ചിൻ്റെ സ്പേസറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 4 ഇഞ്ചിൻ്റെ ഡമ്മിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്നത് നമ്മളിപ്പോൾ പ്രിൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ പേപ്പേഴ്സ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും, ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലാണ് കിട്ടുക കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് അളന്നിട്ടാണ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പീസുകളായിട്ട് കറക്റ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ടോപ്പിൽ ഗ്ലിറ്റർ കേക്കാണോ ചെയ്തിട്ടുള്ളത്, ഈ ഗ്ലിറ്റർ ഇത്രയും ചെയ്യാൻ ഗ്ലിറ്റർ കേക്ക് കവർ ചെയ്യാൻ എത്ര ഗ്ലിറ്റർ വേണ്ടി വന്നു എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വന്നു. കാരണം എങ്ങനെ അവരോട് അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ കാണുന്നതല്ലേ നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ ചോദിച്ചവരോട്. അപ്പോൾ സത്യത്തിൽ ഇത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചു ഫോട്ടോസ് ഇട്ട സമയത്ത്. അപ്പോൾ ആർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇതാ ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇത് 4 ഇഞ്ചിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനെ ഇതുപോലെ കവർ ചെയ്തു. പക്ഷേ ഇതിൻ്റെ എഡ്ജ് കുറച്ചൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഷോ പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഡമ്മി വന്നിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഈ ഗ്യാപ്പുകൾ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കേക്ക് ചെയ്യണതിനേക്കാൾ ഒരുപാട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ എല്ലാം ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഓരോ ഡമ്മികൾ തമ്മിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതിലേക്ക് ഫ്ലവർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറെല്ലാം ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ സ്പേസറിനകത്തായിട്ട് കുറച്ച് ഫ്ലവേഴ്സും അതിനുള്ളിലായിട്ട് LED കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്കായിട്ട് ഈ ഗ്ലേസിങ് വന്നിട്ടുള്ള ഡമ്മി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് റീൽസിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമുക്കെല്ലാം അറിയുള്ളൂ ഇത് കേക്കല്ല എന്നുള്ളത്. റീൽസ് കാണുന്നവർക്ക് ഇത് കേക്കല്ല എന്ന് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞാനിത് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ആണ്. അപ്പോൾ ഈ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ഡെലിവറി ചാർജായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് പൈസ വാങ്ങിക്കേണ്ടി വരും. പിന്നെ കൊറിയറൊന്നും അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നീറ്റായിട്ട് അവിടെ എത്തണം എന്നില്ല.
അപ്പോൾ എന്തുകൊണ്ടും നമുക്കിപ്പോൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഡെലിവറി ചെയ്യണം. അപ്പോൾ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നതിന് എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ. അപ്പോൾ ഇത്രയും കൂടുതൽ ക്യാഷൊന്നും നമുക്ക് ഡെലിവറി ചാർജായിട്ട് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിൻ്റെ ഉള്ളിലായിട്ട് അവർക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഉപ്പാക്ക് കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പോൾ ഉപ്പാനറ്റ് പോണ സമയത്ത് അവിടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 8-ാം തീയതി ആണ് ഇത് ഓക്കെ പറഞ്ഞു. എല്ലാം തലേദിവസം 7-ാം തീയതി തലേദിവസം രാത്രി ചെയ്തു വെച്ചു. എന്നിട്ട് പിന്നെ രാത്രി ഒരു 10:30 ആ സമയത്ത് വീട്ടിലെത്തിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ അവർ ഹോസ്പിറ്റലിൽ എല്ലാം തിരക്കെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അവരെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ രാത്രി കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10:30 ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പം മക്കളെല്ലാം ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കേക്കെല്ലാം കൊടുക്കുമ്പോൾ മുകളിലായിട്ടുള്ള സ്പേസർ ഓപ്പൺ ആയിട്ടാണല്ലോ ഇരിക്കുക. അതിൻ്റെ ലിഡിൽ കേക്ക് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അത് താഴത്തേക്ക് വീണിട്ട് ഒട്ടിച്ചതെല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇവരെല്ലാം വണ്ടിയിലെടുത്ത് കിടത്തിയിട്ട് വേണം പോവാൻ. അവർ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിക്കോളും. വീട്ടിൽ ഉമ്മൊന്നുമില്ല. അപ്പോൾ അത് കാരണം അവരവിടെ ആക്കിയിട്ട് പോകാൻ വയ്യ കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണേ. അങ്ങനെ രാവിലെ അവരുടെ അടുത്ത് സേഫായിട്ട് തന്നെ സംഭവമൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ അവരെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ സത്യാവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ച് അവർക്കൊന്നും ഞാൻ റീപ്ലൈ കൊടുക്കാനത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്